ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ ഒരു രക്ഷയില്ലാത്ത വേറെ ലെവലിലോ ഹിന്ദി ക്രൈം ത്രില്ലർ കഥയാണ്. കഥയുടെ പേര് മാ. ഈ കഥയിലെ ഹൊറർ, ത്രില്ലർ, ഫാന്റസി, മിസ്റ്ററി, നമുക്ക് വേണ്ട എല്ലാ എലിമെന്റ്സും അതുപോലെ നല്ല ട്വിസ്റ്റുകളും കുത്തി നിറച്ചിട്ടുണ്ട്. എനിക്കൊരു സജഷൻ മാത്രമേ ഉള്ളൂ, ഇത്രയും നല്ല അടിപൊളിയൊരു കഥ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. നിങ്ങളിൽ പല കൂട്ടുകാർക്കും എന്നോട് നല്ല ദേഷ്യം ഉണ്ടാവും, കാരണം ഒരു മാസത്തിലേറെയല്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ അതിന്റെ കാരണം ഞാൻ കഥയുടെ അവസാനത്ത് പറയാം. അപ്പോൾ അധികം ബോറടിപ്പിക്കാതെ നമുക്ക് ഈ ത്രില്ലിംഗ് സ്റ്റോറിയിലേക്ക് കടന്നാലോ. അതിനു മുൻപ് എല്ലാ കൂട്ടുകാരും ഈ വീഡിയോയ്ക്ക് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നേരത്തെ നിങ്ങൾ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഒരു ചെറിയ കടങ്കഥ ചോദിക്കട്ടെ, ആർക്ക് ക്യാൻസർ ആയിരുന്നു നോക്കാലോ. ശബ്ദമുണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ് ഏത്? അപ്പോൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തില് 1984 വെസ്റ്റ് ബംഗാളിലെ ചന്ദ്രപൂർ എന്ന ഒരു ഗ്രാമത്തിലെ ജന്മിയുടെ വീട്ടില് ജനങ്ങളൊക്കെ തടിച്ചുകൂടിയിട്ട് മാ കാളി പൂജ ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ വിശ്വാസം അവരെ രക്ഷിക്കുന്നത് മാ കാളിയാണെന്നാണ്. എന്നാൽ ആ ഒരു കാളിയുടെ പ്രതിഷ്ഠയുള്ളത് സാധാരണത്തെ പോലെ അമ്പലത്തിലല്ല, മറിച്ച് ആ നാട്ടിലെ ജന്മിയുടെ വീട്ടിലെ പൂജാമുറിയിലാണ്. അങ്ങനെ അവർ ആ ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ജന്മിയുടെ ഭാര്യയില്ലേ, അവര് പ്രസവവേദനയിൽ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് നമ്മുടെ ജന്മി തനിക്ക് എന്ത് കുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത് ആവലാതിൽ കാത്തു നിൽക്കുമ്പോൾ ആ ഒരു പ്രസവം എടുത്തിരുന്ന സ്ത്രീ വന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു ആൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. അങ്ങനെ സന്തോഷത്തില് ജോലിക്കാരൻ തന്റെ യജമാനനായ ജന്മിയോട് ആ കാര്യം പറയുമ്പോൾ അങ്ങേരും ഹാപ്പി ആവുന്നുണ്ട്. എന്നാൽ ആ സന്തോഷം അധികം നീണ്ടില്ല, കാരണം അവരാരും പ്രതീക്ഷിക്കാതെ മറ്റൊരു കുഞ്ഞുകൂടി ജനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ആ ഒരു പ്രസവെടുക്കുന്ന സ്ത്രീ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കൂടിയ ജന്മിയും ജനങ്ങളും എല്ലാവരും ആ ഒരു കുഞ്ഞിനു വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതേ സമയത്താണ് നമ്മൾ പ്രതീക്ഷിക്കാതെ അതേ ഗ്രാമത്തിലെ വിചിത്രമായ വലിയൊരു മരം നമ്മൾ കാണുന്നത്. ആ ഒരു മരത്തിന്റെ ഉള്ളിൽ നിന്നാൻ തോന്നുന്നുണ്ട് എന്തോ ഒരു ശക്തിയില്ലേ ആക്രോശിച്ച് അലറി വിളിച്ച് എങ്ങോട്ടോ പാഞ്ഞു വരുന്നുണ്ട്. നോക്കുമ്പോ ആ ഒരു ശക്തി വരുന്നത് വേറെ എങ്ങോട്ടുമല്ല, കാളി പൂജ നടക്കുന്ന നമ്മുടെ ജന്മിയുടെ അതേ വീട്ടിലേക്ക് തന്നെ. എന്നാൽ ആ ഒരു ശക്തി എന്തിനു വേണ്ടിയാണ് ജന്മിയുടെ വീട്ടിലേക്ക് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതിനുള്ളില് ആ ജന്മിയുടെ വീട്ടിലെ രണ്ടാമത്തെ ആ ഒരു കുഞ്ഞുകൂടി ജനിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോ അവിടെ കൂടിയ എല്ലാ ആളുകളും അതുപോലെ പൂജ നടത്തിയ ആളും അല്ലാതെ ഭയന്ന് വിറയ്ക്കുകയാണ്, കാരണം ആ ഒരു കുഞ്ഞ് അതൊരു പെൺകുട്ടിയാണ്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഇതുവരെ പൂജ നടത്തിക്കൊണ്ടിരുന്നത് സാധാരണത്തെ പോലെ ഒരു പുരുഷനല്ല, മറിച്ച് ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ കുറച്ചു നേരത്തെ നമ്മൾ കണ്ട ആ ഒരു അമാനുഷിക ശക്തിയില്ലേ, അത് ജന്മിയുടെ വീട്ടിലേക്ക് പാഞ്ഞു വരുന്നത് ഇപ്പൊ ജനിച്ച ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഇനി എങ്ങാനും ആ ഒരു ശക്തിക്ക് ആ പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞാല് അത് പൂർവാധികം ശക്തിയോടെ ഭൂമിയുടെ അടിയിൽ നിന്ന് പുറത്തേക്ക് വരും. എന്നാല് ഒരിക്കലും ആ ഒരു ആപത്ത് സംഭവിക്കാൻ പാടില്ല. അതിന് ആകെ ഒരു പോംവഴി എന്താന്ന് വെച്ചാല് ആ ശക്തി ആ കുഞ്ഞിന്റെ അരികിൽ എത്തുന്നതിന് മുൻപ് ആ കുഞ്ഞിനെ ബലി കൊടുക്കണം. അപ്പോൾ തന്റെ നാട്ടിലെ ജനങ്ങൾക്കും അതുപോലെ തന്റെ കുടുംബത്തിന്റെയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആ ഒരു ജന്മി ആ തീരുമാനം എടുക്കുകയാണ്, തന്റെ മകളെ ഉടനെ തന്നെ ബലി കൊടുക്കുക തന്നെ. അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ പിടിച്ചു പറിച്ച് പൂജ നടത്തിയ ആ ഒരു സ്ത്രീയുടെ കയ്യിലേൽപ്പിച്ച് അവര് നേരെ ആ കുഞ്ഞിനെ എങ്ങോട്ടാണ് കൊണ്ടുവന്ന് നോക്കുമ്പോൾ കുറച്ചു മുൻപ് നമ്മൾ കണ്ട ആ ഒരു ദുരാത്മാവുള്ള മരത്തിന്റെ കുറച്ച് അകലെയുള്ള മറ്റൊരു മരത്തിന്റെ അരികിലേക്കാണ്. നോക്കുമ്പോൾ അവിടെ ഒരു ബലിക്കല്ല് മുൻപേ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ ഒരു മൂർച്ചയാർന്ന കത്തിയും. ആ ഒരു കത്തി എടുത്തിട്ട് പൂജ നടത്തിയ ആ സ്ത്രീയില്ലേ, അവർ ആ കുഞ്ഞിനെ ബലി കൊടുക്കുകയാണ്. ആ കുഞ്ഞിന്റെ രക്തം ഭൂമിയിൽ പതിക്കുമ്പോൾ ആ കുഞ്ഞിനെ തേടി വന്ന ആ ആത്മാവില്ലേ ഭയന്ന് തന്റെ പ്രതീക്ഷ കയ്യിൽ നിന്ന് പോയ പോലെ പിന്നോട്ട് വലിയുന്നുണ്ട്. എന്നാൽ അവിടെ നടന്ന എല്ലാ ചടങ്ങുകളും ആ ഗ്രാമത്തിലെ ജന്മിയും ജന്മിയുടെ അനിയൻ ദേവും ജനങ്ങളും എല്ലാവരും കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ നടന്നിട്ട് 40 വർഷത്തിന് ശേഷം ആ ഗ്രാമത്തിൽ നിന്ന് കുറേയാക്കിലെ കൊൽക്കത്തയിലെ ചില കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഒരു ടീച്ചർ അവരുടെ കുറച്ച് കുട്ടികളെ കൂട്ടിയിട്ട് ഒരു മ്യൂസിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള പുരാതന കാലത്തെ തിന്മയുടെ ശക്തിയായ ഒരു രാക്ഷസനെ കൊലപ്പെടുത്തിയ കാളി ദേവിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ആ ഒരു ചരിത്രത്തെക്കുറിച്ച് തന്റെ കുട്ടികൾക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ടീച്ചർ തന്നെയാണ് നമ്മുടെ കഥയിലെ നായിക. ഹീറോയിന്റെ പേര് അംബിക. തന്റെ സ്റ്റുഡൻസിന്റെ കൂട്ടത്തിലെ 9 വയസ്സുള്ള തന്റെ മകള് ശ്വേതയുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ അംബികയുടെ ഭർത്താവ് സുബേങ്കർ വരുന്നത്. ഈ ഒരു സുബേങ്കർ വേറെ ആരുമല്ല, കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട 40 വർഷങ്ങൾക്ക് മുൻപ് ചന്ദ്രപൂർ ഗ്രാമത്തിലെ 2 കുഞ്ഞുങ്ങൾ ജനിച്ചില്ലേ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. പെൺകുട്ടിയെ ബലി കൊടുത്തു, എന്നാൽ ആൺകുട്ടി ആയതുകൊണ്ട് മാത്രം സുബേങ്കർ അന്ന് രക്ഷപ്പെട്ടതാണ്. അങ്ങനെ കൊൽക്കത്തയിൽ തന്നെ തന്റെ ഭാര്യയും മകളുമായിട്ട് ഒരു സന്തോഷത്തോടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ്. എന്നാൽ അതിനിടയിൽ അവരുടെ മകള് ശ്വേതയിലെ ആ ഒരു മ്യൂസിയത്തിലെ ഒരു വിചിത്രമായ മരത്തിന്റെ ഫോട്ടോ തന്റെ ടാബ്ലറ്റിൽ എടുത്തു വെക്കുകയാണ്. അങ്ങനെ മകള് ശ്വേത ചോദിക്കുന്നുണ്ട്,
ഈ വെക്കേഷന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ അമ്മ, അംബിക നമുക്ക് ഷിംലയിലേക്ക് പോയാലോ? എന്നാലും ശ്വേത, അച്ഛന്റെ ഗ്രാമത്തെക്കുറിച്ച് പലപ്പോഴും അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നാൽ ഒരിക്കൽ പോലും എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ടില്ലല്ലോ. എന്നാൽ സുഭദ്ര ആണെങ്കിലേ, മോളെ ആ നാട്ടിലെ നെറ്റ്വർക്ക് ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, നിനക്ക് ബോറടിക്കും, എല്ലാ പ്രാവശ്യവും നിങ്ങൾ ഇങ്ങനെ തന്നെയല്ല എന്നോട് പറയുന്നത്. അങ്ങനെ അവള് ദേഷ്യപ്പെടുമ്പോ അന്ന് നൈറ്റ് സുഭദ്ര അംബികയോട്, അവളോട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാലോ? എന്നാൽ അംബിക, അത് വേണ്ട, അവൾക്ക് 12 വയസ്സല്ലായിട്ടുള്ളൂ, അവൾക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് സുഭദ്ര ഒരു കോള് വരുന്നത്. എന്നാൽ അതിനുശേഷം അങ്ങേരുടെ ഫേസ് വല്ലാതെ ഡള്ളാവാണ്. അംബിക, എന്ത് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ, എന്റെ അച്ഛൻ എന്നെ വിട്ടു പോയി, എനിക്ക് ഇന്ന് രാത്രി തന്നെ ചടങ്ങിന് നാട്ടിലെത്തിയേ പറ്റൂ. അങ്ങനെ പോകുന്നതിന് മുൻപ് ഉറങ്ങിക്കൊണ്ടിരുന്ന തന്റെ മകളെ ഒരു നോക്ക് കണ്ട് അവളെ ഡിസ്റ്റർബ് ചെയ്യാതെ ഗ്രാമത്തിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസമില്ലേ, ശ്വേത എഴുന്നേറ്റിട്ട്, അച്ഛനെവിടെ? ഇന്നലെ രാത്രി അച്ഛൻ ചന്ദ്രപൂരിലേക്ക് പോയതാ. അതെന്താ അച്ഛനെ വിളിക്കാതിരുന്നേ? ഞാൻ പിന്നാലെ പോവും ബുദ്ധിമുട്ടിക്കുന്നു കരുതിയിട്ടാ? അച്ഛൻ ജനിച്ച ആ നാട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്നാൽ അമ്പയ്ക്കാണെങ്കിലേ നിന്നെ കൂട്ടാൻ ആഗ്രഹമില്ലായിട്ടല്ല, അച്ഛന് പോകേണ്ട അർജന്റ് വന്നോണ്ടാ. നീ ഇന്നലെ ഉറങ്ങായിരുന്നില്ലേ? നിന്റെ മുത്തശ്ശൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ശ്വേത, അല്ല എന്റെ മുത്തശ്ശനോ? അപ്പോ ഇത്രയും വർഷമായിട്ട് എന്റെ മുത്തശ്ശൻ ജീവനോടുണ്ടായിരുന്നോ? എന്നാൽ ഇതുവരെ നിങ്ങൾ രണ്ടുപേരും എന്നോട് എന്താ അതിനെക്കുറിച്ച് ഒന്നും പറയാതിരുന്നേ? അങ്ങനെയാണെങ്കിൽ മുത്തശ്ശനും ഇങ്ങനൊരു കൊച്ചുമോളുള്ള കാര്യം പോലും അറിയില്ലായിരിക്കും അല്ലേ? അതായത് ഒരിക്കലും സുഭേന്ദ്ര തന്റെ ഗ്രാമത്തിൽ നടക്കുന്ന ആ ഒരു ബലികളെ കുറിച്ചോ അമാനുഷ്യത്തെക്കുറിച്ചോ തനിക്കൊരു മകളുണ്ടെന്ന കാര്യം പോലും തന്റെ അച്ഛനെയും അറിയിക്കാതെ ഭയന്ന് കൊൽക്കത്തയിൽ തന്നെ ജീവിക്കായിരുന്നു. അതേസമയത്ത് ആ ഗ്രാമത്തിലെ സുഭേന്ദ്ര തന്റെ അച്ഛന്റെ മരണച്ചടങ്ങുകൾ നടത്തുകയാണ്. ആ ഒരു എല്ലാ ചടങ്ങിനും തനിക്കൊരു സഹായമായി കൂടെ ഉണ്ടായിരുന്നത് ചെറിയച്ഛനായ ദേവാണ്. അങ്ങനെ ചടങ്ങ് കഴിഞ്ഞ ശേഷം രാത്രി സുഭേന്ദ്ര തന്റെ ചെറിയച്ഛനോട്, ഈ ഒരു വീട് എനിക്കൊന്ന് വിറ്റുതരോ, എനിക്കിനി ഈ ഗ്രാമത്തിലേക്ക് വരാൻ താല്പര്യമില്ല. അല്ല നീ എന്താ ഈ പറയുന്നേ? ഇത് ഒരു വീട് മാത്രമല്ല, ഇത് നിന്റെ കുടുംബ സ്വത്തല്ലേ? ചെറിയച്ഛ, എന്ത് കുടുംബ സ്വത്താണ്? ശാപം പിടിച്ച ഈ ഒരു വീട് എനിക്ക് വേണ്ട. എന്നാൽ ദേവാണെങ്കിൽ, നീ എന്തൊക്കെയാ പറയുന്നേ? അതൊക്കെ പഴയ കഥകളല്ലേ, വർഷങ്ങൾ എത്ര കഴിഞ്ഞടാ. ഇപ്പൊ ഈ ഗ്രാമത്തിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. നിനക്ക് സമാധാനത്തില് ഈ കുടുംബസ്വത്ത് നോക്കിയിട്ട് നിന്റെ ഭാര്യയുടെയും മകളുടെയും കൂടെ ഇവിടെ ജീവിച്ചൂടെ? എന്നാൽ സുഭേന്ദ്ര ഷോക്കായിട്ട്, എനിക്ക് മകളല്ല മകനാ. അപ്പൊ ദേവ്, നീ എന്നോട് നുണ പറയണ്ട, നിന്റെ അച്ഛന് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു, നീ പേടിക്കണ്ട, അച്ഛനും ഞാനും അല്ലാതെ വേറെ ആർക്കും ആ രഹസ്യം അറിയില്ല. എന്നാൽ അപ്പോഴാണ് സുഭേന്ദ്രന് അംബികയുടെ ഫോൺ വരുന്നത്. എന്തായി, ചടങ്ങൊക്കെ കഴിഞ്ഞോ? ഇന്ന് തിരിക്കുന്നുണ്ടോ? മാക്സിമം ഞാൻ ഇന്ന് തന്നെ തിരിച്ചു വരും. പിന്നെ ഞാൻ എന്തായാലും ഈ ഒരു വീട് വിൽക്കാൻ പോവാണ്. അങ്ങനെ തന്റെ അച്ഛന്റെ ചിതാഭസ്മം വാങ്ങിയിട്ട് അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോ പ്രതീക്ഷിക്കാതെ ഒരു മരത്തിന്റെ വേര് തട്ടിയിട്ട് തെന്നി തെറിച്ച് വീഴുകയാണ്. എന്നാൽ സുഭേന്ദ്ര പ്രതീക്ഷിക്കാതെ കാലിന്റെ ഇടയില് അതിന്റെ ഒരു വേരിന്റെ പീസ് കുടുങ്ങിയിട്ടുണ്ട്. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ അംബികയുടെ മകള് ശ്വേതയുടെ റൂമിൽ നിന്ന് ഫോണില് എന്തോ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ മകൾ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഫോണിലെ വീഡിയോ ഓഫ് ചെയ്യുമ്പോഴാണ് മകള് വരച്ച ഒരു ചിത്രം കാണുന്നത്. അതായത് ശ്വേത ആ മ്യൂസിയത്തിൽ നിന്ന് ഒരു മരത്തിന്റെ ഫോട്ടോ എടുത്തില്ലേ, അതേ മരം തന്നെ. അത് കണ്ടപ്പോ, അല്ല ഈ മരം സുഭേന്ദ്രന്റെ ഗ്രാമത്തിലെ മരമല്ലേ, ഇവൾക്കെങ്ങനെ ഇതിനെക്കുറിച്ച് മനസ്സിലായേ? അങ്ങനെ തന്റെ ഹസ്ബൻഡിന്റെ ഫോണിലേക്ക് ആ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാണ്. അതേസമയത്ത് സുഭേന്ദ്ര തിരിച്ച് കാറില് നാട്ടിലേക്ക് വന്നോണ്ടിരിക്കല്ലേ, അപ്പോഴാണ് തന്റെ ഭാര്യ അയച്ച മെസ്സേജ് കാണുന്നത്. ഓപ്പൺ ചെയ്തപ്പോ ആ മരം കണ്ട് ഷോക്കായിട്ട് സുഭേന്ദ്ര ഉടനെ തന്നെ തന്റെ ഭാര്യ വിളിച്ചിട്ട്, അല്ല ഇതെങ്ങനെയാ അവള് വരച്ചേ? ചിലപ്പോ മ്യൂസിയത്തില് ഇതുപോലൊരു പിക്ചർ ഉണ്ടായിരുന്നു, അത് നോക്കി വരച്ചതായിരിക്കും. എന്നാൽ സുഭേന്ദ്ര ആ ഫോട്ടോ സൂം ചെയ്യുമ്പോ ആ ഫോട്ടോയില് ഒരു രൂപമുള്ള പോലെ 2 കണ്ണുകൾ കാണുന്നുണ്ട്. പെട്ടെന്ന് സുഭേന്ദ്രന് റേഞ്ച് കിട്ടുന്നില്ല, ഫോണ് കട്ടായി പോവാണ്. അതേ സമയത്ത് ആ മരത്തിൽ കണ്ട പോലെ ഒരു രാക്ഷസ രൂപമല്ലേ ആ വണ്ടിയുടെ പിന്നിൽ നിന്ന് സുഭേന്ദ്രനെ നോക്കുന്നുണ്ട്. വല്ലാതെ ടെൻഷനായപ്പോ ഒരു സിഗരറ്റ് എടുത്ത് കത്തിക്കാണ്. അപ്പോഴാണ് തന്റെ കാലിന്റെ അടിയിൽ എന്തോ ഉള്ള പോലെ കുറച്ചു നേരത്തെ ഒരു മരത്തിന്റെ വേരായില്ലേ, ആ വേര് തന്നെ അത് പറിക്കാൻ നോക്കുമ്പോ പിന്നിൽ നിന്നിരുന്ന ആ ഒരു രാക്ഷസനല്ലേ സുഭേന്ദ്രനെ കൈകൾ ബന്ധിക്കാണ്. പിന്നെ ശരീരം മുഴുവൻ ചുറ്റി വരിയുന്നുണ്ട്. ശ്വാസം എടുക്കാനാവാതെ സുഭേന്ദ്ര അലറി വിളിക്കുമ്പോ അവസാനം ആ ഒരു കാർ മുഴുവനായിട്ട് ചുറ്റി വരിഞ്ഞതിലെ വണ്ടിയുടെ പെട്രോൾ ടാങ്ക് തന്നെ പൊട്ടുകയാണ്. സുഭേന്ദ്ര സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, കാറും ബ്ലാസ്റ്റായി പോകുന്നുണ്ട്. എന്നാൽ ഈ ശക്തി ഏതാണ്, എന്തിനാണ് സുഭേന്ദ്രനെ ടാർഗറ്റ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം തന്നെ പോലീസ് നേരെ അംബികയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹസ്ബൻഡ് ഇന്നലെ രാത്രി സിഗരറ്റ് വലിച്ചപ്പോൾ വണ്ടിയുടെ ടാങ്ക് ഓപ്പൺ ചെയ്ത് ശ്രദ്ധിച്ചില്ല, അങ്ങനെയാണ് വണ്ടി ബ്ലാസ്റ്റ് ആയതും അദ്ദേഹം മരണപ്പെടുന്നതും. അങ്ങനെ മരണച്ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ചെറിയച്ഛനായ ദൈവം ചടങ്ങിൽ കൂടിയിട്ടുണ്ട്. നിങ്ങളുടെ വിഷമത്തിന് എങ്ങനെയാണ് ഒരു മരുന്നാണ്ടെന്ന് എനിക്ക് അറിയില്ല, എന്താവശ്യമുണ്ടെങ്കിലും ഞാനും നമ്മുടെ ഗ്രാമവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ അവരെ സമാധാനിപ്പിച്ചിട്ട് തിരിച്ചു പോവാണ്. എന്നാൽ ആ മകള് ശ്വേതയ്ക്ക് തന്റെ അച്ഛൻ വിട്ടുപോയത് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അംബികയ്ക്കും ഇങ്ങനെ തന്നെ തന്റെ മകളെ അംബിക സമാധാനിപ്പിക്കുകയാണ്. അറിയാതെ അംബിക ഉറങ്ങിപ്പോയപ്പോ പെട്ടെന്ന് സ്വപ്നത്തിലില്ലേ തന്റെ ഹസ്ബൻഡിനെ ഏതൊരു ആത്മാവ് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ട് ഞെട്ടി എഴുന്നേറ്റ് പോണ്. ഇപ്പോ സുഭേന്ദ്ര മരണപ്പെട്ടിട്ട് 3 മാസം കഴിഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് തന്റെ കുടുംബത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ അംബിക വല്ലാതെ സ്ട്രഗിളിലാണ്. അപ്പോൾ മകള് സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഫോൺ അടിക്കുന്നത്. പിക്ക് ചെയ്ത് നോക്കുമ്പോൾ ചന്ദ്രപൂരിൽ നിന്ന് ചെറിയച്ഛൻ ദേവാണ്. അല്ല മോളെ, 3 മാസമായില്ലേ,
ഒരു വിവരമില്ലല്ലോ, അവിടെയെല്ലാം ഓക്കെ അല്ലേ? സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നമുള്ളതായിട്ട് എന്തോ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പിന്നെ അന്ന് സുബേന്ദ്ര വന്നപ്പോൾ ഇവിടുത്തെ ഒരു വീട് വിൽക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ആഴ്ച ഒരു ടീം കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അംബികയും എന്നോട് ഓൾറെഡി സുബേന്ദ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കത് സ്വന്തം ചെയ്യാൻ പറ്റില്ലേ, കമ്മീഷൻ എടുത്തിട്ട് ബാക്കി തന്നാൽ മതി. എന്നാലും ദേവ് പൈസക്ക് വേണ്ടിയിട്ടല്ല മോളെ. സുബേന്ദ്ര അവസാനമായിട്ട് എന്നോട് പറഞ്ഞൊരു ആഗ്രഹം അത്. അപ്പോൾ അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുകയും വേണം, പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി വെക്കണമെങ്കിൽ നിന്റെ സൈനും വേണം. എന്തായാലും നീ നോക്കിയിട്ട് കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്യുന്നു പറഞ്ഞ് ദേവ് ഫോൺ വെക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫോൺ കോൾ കേട്ട് ശ്വേത ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ നാട്ടിലേക്ക് പോവാണോ? അമ്മ എന്നെയും കൊണ്ടുപോകോ? ഇല്ല മോളെ, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഒരാഴ്ചക്കുള്ളിൽ വേഗം വന്നേക്കാം. എന്നാലും മകളാണെങ്കിൽ അമ്മ ഇതുവരെയായിട്ട് ഞാൻ അമ്മ പിരിഞ്ഞിരുന്നിട്ടില്ലല്ലോ, അതുപോലെ അച്ഛനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇനി ചിലപ്പോൾ ആ ഗ്രാമത്തിലേക്ക് ഒരിക്കലും പോയില്ലല്ലോ, എന്നെയും കൂട്ടിക്കൂടെ? അപ്പോൾ പഴയ തന്നെ ഭർത്താവുമായിട്ടുള്ള സന്തോഷ നിമിഷങ്ങളൊക്കെ ഫ്ലാഷ് ബാക്കിലൂടെ അംബിക ഓർത്തു നോക്കുകയാണ്. അവസാനം മകളുടെ ആഗ്രഹം പോലെ തന്നെ അവളെയും കൂട്ടിയിട്ട് ആ ഗ്രാമത്തിലെ അവരുടെ ആ ഒരു ബംഗ്ലാവ് വീട് അവർ കാണാണ്. പെട്ടെന്നാണ് അംബികയിലെ ജനലിലൂടെ തന്റെ ഭർത്താവ് നോക്കുന്ന പോലെ കാണുന്നത്. ശ്രദ്ധ തെറ്റിയിട്ട് തന്റെ കാറ് ഒരു പെൺകുട്ടി ഇടിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് മകൾ അമ്മയെന്ന് വിളിക്കുമ്പോൾ അംബിക വണ്ടി ചവിട്ടാണ്. ഈ ഒരു പെൺകുട്ടിയുടെ പേരാണ് ദീപിക. പെട്ടെന്ന് ഭയന്നു പോയ ദീപികയുടെ അച്ഛൻ രാജും അമ്മയുമില്ലേ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ഈ രാജ ആരെന്ന് മനസ്സിലായോ? കഥയുടെ ആരംഭത്തിലെ ജന്മിയുടെ ജോലിക്കാരനായിട്ട് ഒരാളുണ്ടായിരുന്നില്ലേ, അയാളുടെ മകൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശ്വേതയില്ലേ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് നമ്മുടെ ദീപിക കൊടുത്തിട്ട് അവളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാണ്. അങ്ങനെ ആ ഒരു വലിയ വീട്ടിലേക്ക് കയറുമ്പോൾ മകള് വല്ലാതെ അതിശയിച്ചു പോവാണ്. ഇത്രയും വലിയ ഒരു ബംഗ്ലാവ് വീട് അച്ഛന്റെ പേരിലുണ്ടായിരുന്നു. അതുപോലെ ആ വീടിന്റെ പല ഭാഗത്തായിട്ട് കാളിദേവിയുടെ പല ഫോട്ടോസും ഉണ്ട്. അതേസമയത്ത് ആ വീട്ടിലെ കാളിദേവിയുടെ ശീലമുള്ള പൂജാ റൂമിലെ അതെന്താ അടച്ചു വെച്ചെന്ന് നമ്മുടെ അംബിക റാമിനോട് ചോദിക്കുമ്പോൾ അത് ഇവിടെ ഒരു ആചാരമുണ്ട്, നമ്മൾക്ക് സ്വന്തം ആ റൂം തുറക്കാൻ പാടില്ല. ഈ വീട്ടിലെയോ അല്ലെങ്കിൽ ഗ്രാമത്തിലെയോ ആർക്കെങ്കിലും കാളിദേവിയുടെ ദർശനം കിട്ടിയാൽ മാത്രമേ ആ റൂം തുറക്കുള്ളൂ, പൂജ നടത്തുള്ളൂ. കഴിഞ്ഞ 40 വർഷമായിട്ട് അങ്ങനെ ആർക്കും ദർശനം കിട്ടിയിട്ടില്ല. അതിന്റെ പല ആപത്തും ഈ നാട്ടില് സംഭവിക്കുന്നുണ്ട്. ഈ കഥകളൊക്കെ എനിക്കെന്റെ അച്ഛൻ പറഞ്ഞു തന്നതാ. ഞാനിവിടെ ജോലി ചെയ്യുന്നതിന് മുൻപ് എന്റെ അച്ഛനായിരുന്നു ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ അംബിക ചോദിക്കുന്നുണ്ട്, അല്ല റാമേ, നിന്റെ അച്ഛനൊന്ന് കാണാൻ പറ്റുമോ? അച്ഛന്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ്. അങ്ങനെ അവസാനം അംബിക അങ്ങയുടെ റൂമിലേക്ക് പോയിട്ട് കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ കുടുംബത്തിന്റെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നതിന് എങ്ങനെയാ നന്ദി പറയണമെന്ന് അറിയില്ല. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും അങ്ങേര് ശരിക്കും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങേർക്ക് എന്തോ ഒരു ചെറിയ മാനസിക പ്രശ്നം സംഭവിച്ച പോലെ. തന്റെ ചെറുമകള് ദീപിക കൂട്ടുകാരി ശ്വേതയെ പരിചയപ്പെടുത്തിയിട്ടും അങ്ങേര് ചെറുതായി പായെന്ന് എന്തൊക്കെയോ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അംബികയ്ക്കും മകൾക്കും അവർ വളരെ സ്നേഹത്തോടെ ഫുഡ് വിളമ്പുമ്പോൾ പെട്ടെന്ന് അവർ പ്രതീക്ഷിക്കാതെ വയ്യാതായിട്ട് റൂമിലുണ്ടായിരുന്ന രാജിന്റെ അച്ഛനില്ലേ അങ്ങേരെ പാഞ്ഞ് അവരുടെ അരികിലേക്ക് വന്നിട്ട്, നിങ്ങൾ എന്തിനിങ്ങോട്ട് വന്നേ? വേഗത്തിന് തിരിച്ചു പോയിക്കോ, ഇല്ലെങ്കിൽ ശാപം നേരിടും. എന്നാൽ ആ കാഴ്ച കണ്ട രാജും ഭാര്യ നന്ദിനിയും എല്ലാവരും ഷോക്കായി പോയിട്ടുണ്ട്. വേഗം തന്നെ അച്ഛനെ കൊണ്ടുപോയിട്ട് റൂമിൽ അടയ്ക്കുകയാണ്. കാരണം കുറെ വർഷങ്ങളായിട്ട് അച്ഛൻ ഒന്നും സംസാരിച്ചിട്ടില്ല. ആ കാഴ്ച കണ്ട് ഭയപ്പെട്ടു പോയ നമ്മുടെ മകള് ശ്വേതയില്ലേ അവളെ അമ്മ സമാധാനിപ്പിച്ചിട്ട്, മോളെ ഈ ഒരു ഗ്രാമം കുറച്ച് വിചിത്രമായിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് അമ്മയോട് ഒരു വാക്ക് പറയാതെ നീ എങ്ങോട്ടും പോരുത്. അങ്ങനെ ശ്വേത അവൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ ടാബ്ലറ്റ് ഓണായിട്ട് അവൾ വരച്ച ആ ഒരു ചിത്രം ഓപ്പൺ ആവുകയാണ്. പെട്ടെന്നാണ് ഒരു കാഴ്ച കണ്ട് നമ്മൾ ഭയന്നു പോകുന്നത്. അവൾ കിടക്കുന്ന റൂമിന്റെ ജനലിലെ വിരൂപികളായ 2 പെൺകുട്ടികൾ വന്നിട്ട് അവളെ തന്നെ നോക്കിയിട്ട് എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ നമ്മുടെ അംബികയോട് ആ ഒരു വീട് ഓൾറെഡി വിറ്റുകൊടുക്കാന്ന് നമ്മുടെ ദേവി ഏറ്റിരുന്നില്ലേ, അങ്ങനെ ഒരു ബ്രോക്കറെ കൂട്ടിയിട്ട് വരികയാണ്. അപ്പൊ അംബികയാണെങ്കിൽ നല്ലൊരു ഡീല് കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ ഉറപ്പിച്ചോ. അത് കേട്ടപ്പോ ബ്രോക്കർ, ഈ നാട്ടില് കുറെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നമ്മൾ പറയുന്ന വിലയ്ക്ക് ഈ വീട് വിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അങ്ങനെ എന്തോ ആ ഒരു ബ്രോക്കർ പറയാൻ നോക്കുമ്പോൾ ദേവ് ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ പറയുന്നത്? ഓരോ കെട്ടുകഥ ഇറക്കുക. അല്ല, ഞാൻ പറയുന്നില്ല, ഗ്രാമത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോ ഈ ഒരു വീട് ശാപം പിടിച്ച വീടാന്നൊക്കെയാ പലരും പറയുന്നത്. എന്നാൽ ദേവാണെങ്കിൽ ബ്രോക്കറോട് വെറുതെ ഇല്ലാതെ പറയണമെന്ന് പറഞ്ഞിട്ട് അയാളോട് നോടിച്ചു വിടുകയാണ്. അംബികയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ബംഗ്ലാവില് അതുപോലെ ഈ ഗ്രാമത്തില് എന്തൊക്കെയോ ഭയാനകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതേ സമയത്ത് നമ്മുടെ ദീപികയും ശ്വേതയിലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്വേതയുടെ ലാപ്പില് ദീപിക അവൾ വരച്ച ആ ഒരു ചിത്രം കാണുകയാണ്. അല്ല, ഇത് നമ്മുടെ ഗ്രാമത്തിലുള്ള മരാണല്ലോ, ഇത് നീ എങ്ങനെയാ വരച്ചേ? അത് ശാപം പിടിച്ച അപകടം പിടിച്ച മരാണ്, അവിടെ ഒരു രാക്ഷസനുണ്ട്, അതുകൊണ്ട് ആരും തന്നെ ഭയന്നിട്ട് അങ്ങോട്ട് പോകാറില്ല. അപ്പൊ ശ്വേത, ഓരോ കെട്ടുകഥകള് ഇതൊക്കെ കഥയിലേ സംഭവിക്കൂ. എന്തായാലും നമുക്ക് ആ ഒരു മരം കണ്ടിട്ട് വരാം. ദീപിക പേടിച്ചിട്ട്, വേണ്ട ചേച്ചി, അങ്ങോട്ട് പോണ്ട, നമുക്ക് കുറച്ച് ദൂരെ നിന്ന് കാണാന്ന്. അപ്പോഴാണ് അംബിക ഒരു കാഴ്ച കാണുന്നത്. ആ ഒരു വീടിന് മുൻപിലെ വല്ലാതെ ഭയന്നിട്ട് കുറേയധികം ഗ്രാമത്തിലെ അമ്മമാരും അച്ഛന്മാരും എന്തോ പറയാനായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ദേവ് അവരെല്ലാവരും അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. അതേസമയത്ത് ആ 2 പെൺകുട്ടികള് കുറച്ച് അകലെയുള്ള ഒരു പൊളിഞ്ഞ ബിൽഡിങ്ങിന്റെ ഉള്ളിലൂടെ കുറേ ദൂരെയുള്ള ആ ഒരു മരം കാണാൻ പോവാണ്. എന്നാൽ മരം കണ്ടപ്പോൾ തന്നെ ദീപിക അവളെ പേടിച്ചിട്ട്
ഇനി വേണ്ട ചേച്ചി, നമുക്ക് തിരിച്ചു പോവാം, അല്ലെങ്കിൽ ചേച്ചി വേണേ ഒന്ന് പോയി നോക്കിക്കോ. അപ്പോൾ അവളും ധൈര്യത്തില് പതിയെ ആ മരത്തിന്റെ അരികിലേക്ക് പോകുമ്പോൾ അവൾക്ക് എന്തോന്ന് ഫീൽ ആവുന്നുണ്ട്. പതിയെ ആ മരത്തിന്റെ ചില്ലകളിൽ അവൾ കൈവയ്ക്കുമ്പോൾ പെട്ടെന്ന് ആരോ വന്നിട്ട് അവളുടെ കൈ പിടിക്കുകയാണ്. നോക്കുമ്പോൾ അത് അവളുടെ അമ്മ, നമ്മുടെ അംബിക തന്നെയാണ്. നിന്നോട് ആരാ അങ്ങോട്ട് വരാൻ പറഞ്ഞ്? അമ്മ, ഞാൻ ഈ മരം കാണാൻ വന്നതാ. അങ്ങനെ അവരവിടുന്ന് അംബിക കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ആ പഴയ ബിൽഡിങ്ങിന്റെ പല ഭാഗത്ത് നിന്ന് ആരൊക്കെയോ അവളെ തന്നെ തുറച്ചു നോക്കുന്നത് അവൾ നേരിട്ട് കാണുകയാണ്. അപ്പോഴാണ് ദീപികയുടെ അമ്മ നന്ദിനി ഓടി വന്നിട്ട് അവൾക്ക് കണക്കിന് രണ്ടും കൊടുത്തിട്ട് നിന്നോട് ആരാടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് അങ്ങനെ പിടിച്ചു വലിച്ച് കൊണ്ടുവന്ന് നോക്കുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, എനിക്ക് വയറുവേനെടുക്കുന്നുണ്ട് അമ്മ, നിന്റെ നാടക കയ്യിൽ വെച്ചോ. അപ്പോഴാണ് അംബിക പറയുന്നത്, നന്ദിനി അവൾ നുണ പറയല്ല, അവളിപ്പോ വലിയ പെൺകുട്ടിയായിട്ടുണ്ട്. അത് കേട്ടപ്പോ നന്ദിനി വല്ലാതെ ഭയന്നു പോവാണ്. അത് കണ്ടപ്പോ ശ്വേത ചോദിക്കുന്നുണ്ട്, ദീപികയ്ക്ക് പീരിയഡ്സ് ആയതല്ലേ അമ്മേ, അതിനെന്തിനാ അവളുടെ അമ്മ ഇങ്ങനെ ഭയക്കുന്നേ? അല്ലേ അമ്മേ, എനിക്കപ്പോ എപ്പോഴാ പീരിയഡ്സ് ആവുക? നിനക്ക് 12 വയസ്സല്ലായിട്ടുള്ളൂ, നമുക്കിതിന് കറക്റ്റ് സമയം പറയാൻ പറ്റില്ല. അതേ സമയത്ത് ദീപികയെ അവളുടെ അമ്മയിലെ തനിച്ച് ഒരു റൂമിൽ അടച്ചിട്ട് എന്തൊക്കെയോ ചടങ്ങും ചെയ്ത് റൂം ലോക്ക് ചെയ്തിട്ട് പോവാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ആ പെൺകുട്ടി അവള് പതിയെ ഉറങ്ങിപ്പോകുമ്പോ അടച്ചു വെച്ചിരുന്ന ആ റൂമിന്റെ ജനല് പതിയെ ഒരു വലിയ രാക്ഷസ രൂപം തുറന്നിട്ട് ഉള്ളിലേക്ക് വരികയാണ്. ആ രൂപത്തെ കണ്ട് അവള് വല്ലാതെ ഭയന്ന് അലറാൻ നോക്കുമ്പോ ആ റൂം മുഴുവനായിട്ട് മരത്തിന്റെ വേര് നിറയാണ്. അവസാനം ആ പെൺകുട്ടിയെ അവിടുന്ന് പിടിച്ചു വലിച്ച് എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു ശബ്ദം കേട്ടിട്ട് ദീപികയുടെ അമ്മ നന്ദിനി ഓടി അങ്ങോട്ട് വരുമ്പോ തന്റെ മകളെ റൂമിൽ കാണാനില്ല. അടച്ചു വെച്ചിരുന്ന റൂമിന്റെ ജനലും തുറന്നിട്ടിട്ടുണ്ട്. അതുകണ്ട് നന്ദിനിയും രാജും അലറി കരയുമ്പോ അംബിക ചോദിക്കുന്നുണ്ട്, എന്തിനെ പേടിക്കുന്നേ? അവളിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഇനി നോക്കിയിട്ട് കാര്യമില്ല, അവളത് കൊണ്ടുപോയി. അപ്പൊ ശ്വേതയുടെ നേരെ അലറി വിളിച്ചോണ്ട് നന്ദിനി പറയുന്നുണ്ട്, ഇവളാ എന്റെ മോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയ, ഇതുവരെ ഇവിടെ ആരും അങ്ങോട്ട് പോകാറില്ല, നിങ്ങൾ ശാപം പിടിപ്പിക്കാനാണോ ഇങ്ങോട്ട് വന്നേ? എന്നാൽ അംബിക രാജനോട് നിങ്ങളുടെ ഭാര്യ വെറുതെ ടെൻഷനിൽ പറയുന്നത് അവരെ കൂട്ടിക്കൊണ്ടുപോ. അങ്ങനെ ഉടനെ തന്നെ പോലീസിനെ വിളിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഗ്രാമത്തിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ഇൻസ്പെക്ടറാണ് വരുന്നത്. അപ്പോൾ അങ്ങേരോട് കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഇവരുടെ പെൺകുട്ടിയെ കാണാനില്ല. എന്നാൽ നമ്മുടെ ഇൻസ്പെക്ടറിനും ആ ഗ്രാമത്തിലെ കഥകളിൽ വിശ്വാസമില്ല. എന്താ പറ്റിയെന്ന് ആ റൂം ചെക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, അതായത് ആ പെൺകുട്ടിയെ ആരോ കൂട്ടിക്കൊണ്ടുപോയത് തന്നെയാണ്, അതും ജനലിലൂടെ. എന്നാല് കാലിന്റെ പാദം വരാതിരിക്കാൻ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ രാജും ജനങ്ങളും പറയുന്നുണ്ട്, ഒരിക്കലും ആ രാക്ഷസ ശക്തിയുടെ കാൽപാദം നിലത്ത് പതിയില്ല. സാറേ, ഈ ഗ്രാമത്തിലെ എന്റെ മകള് ദീപിക അവള് മാത്രമല്ല ആദ്യമായിട്ട് കാണാതാവുന്നേ. ഇതിനു മുൻപ് പല കുട്ടികളും ഇതുപോലെ കാണാതെയായിട്ടുണ്ട്. ഈ ഗ്രാമത്തിലെ ഏത് പെൺകുട്ടിയാണോ വയസ്സറിയിക്കുന്നത് അതിന്റെ അന്ന് രാത്രി തന്നെ അവരെ കാണാതെയാവും. അത് കേട്ടിട്ട് ഷോക്കായിട്ട് അംബിക നമ്മുടെ ദേവനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇത് സത്യം തന്നെയാണോ? നിങ്ങൾക്ക് അറിയായിരുന്നോ എന്ന് മുതൽ ഇതൊക്കെ സംഭവിക്കുന്നേ? അപ്പൊ ദൈവം ഒരു 3-4 മാസമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഇൻസ്പെക്ടർ, എന്നാൽ ഇതുവരെയായിട്ടും ഒരു കംപ്ലൈന്റ് പോലും സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പൊ ദേവ്, സാറേ പെൺകുട്ടികളെ കാണാതായി കഴിഞ്ഞാല് ഒരു 3-4 ദിവസത്തിന് ശേഷം അവര് പഴയ പോലെ ഒന്നും സംഭവിക്കാതെ തിരിച്ച് വീട്ടിലേക്ക് വരാറുണ്ട്. എന്നാല് ഗ്രാമത്തിലെ ജനങ്ങള് ഒന്നും സംഭവിക്കാതെയാ വരുന്നെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ആ മക്കളുടെ സ്വഭാവത്തിലൊക്കെ എന്തൊക്കെയോ വിചിത്രമായിട്ടുള്ള മാറ്റങ്ങൾ പിന്നീടുണ്ട്. അങ്ങനെ അംബികയുടെ മകളുടെ മേലെ അവര് കുറ്റം ചാർത്തുമ്പോ അംബിക പറയുന്നുണ്ട്, കാണാതായ ദീപിക അവൾ എന്റെ ഒരു മോളായിരുന്നു. നിങ്ങൾ പറയുന്നത് ആ കാട്ടിലേക്കാണ് ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയെന്നല്ലേ? നന്ദിനി, നിന്റെ മകൾക്ക് വേണ്ടി നീ എന്റെ കൂടെ വരില്ലേ? ഞങ്ങൾ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടു വന്നോളാം. എന്നാൽ അത് കേട്ടപ്പോ ദേവ് ഭയന്നിട്ട് പറയുന്നുണ്ട്, അത് വേണ്ട. കാരണം കുറച്ചു നാള് മുമ്പ് ഇതുപോലെ ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് അവളെ തേടി അവളുടെ ഏട്ടൻ പോയതാ. കുറച്ചു ദിവസം കഴിഞ്ഞ് ആ പെൺകുട്ടി തിരിച്ചു വന്നു. എന്നാൽ പിന്നീട് അവളുടെ ഏട്ടന്റെ ശവം മാത്രമാണ് ജനങ്ങൾക്ക് കിട്ടിയത്. എന്നാൽ നമ്മുടെ ഇൻസ്പെക്ടറും അംബികയും എന്തായാലും ആ കാട്ടിൽ പോയി അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ദേവ്, സാറേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ഹെൽപ്പിന് വിളിക്കണോ? നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങൾ വരണ്ട, ഇത് പോലീസിന്റെ കേസല്ലേ. അതും പറഞ്ഞ് അവർ രണ്ടുപേരും ടോർച്ചുമായിട്ട് ആ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ദീപികയെ പേരെടുത്ത് വിളിച്ചു നോക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് അംബിക മാത്രം ദീപികയെ കാണുന്നത്. അവിടെ അരികിലേക്ക് പോയി നോക്കുമ്പോൾ അവളവിടുന്ന് മാഞ്ഞു പോവാണ്. അപ്പോൾ അവളുടെ പിന്നാലെ നമ്മുടെ അംബിക പോകുമ്പോൾ ദീപിക അവൾ അലറി കരയുന്ന പോലെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവസാനം ഒരു മരത്തിന്റെ ഉള്ളിലേക്കാണ് അവൾ പോകുന്ന പോലെ തോന്നുന്നത്. ആ മരത്തിന്റെ അരികിലെത്തിയപ്പോ ഉള്ളിൽ നിന്ന് കുറെ കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ദീപിക അവരൊരു അമ്മയല്ലേ. അവർ പതി ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ പെട്ടെന്ന് ഓപ്പോസിറ്റ് നമ്മുടെ ഇൻസ്പെക്ടർ വരികയാണ്. അപ്പോൾ അംബികയാണെങ്കിലേ, നിങ്ങൾ കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം കേട്ടിരുന്നു? വല്ലാതെ രാത്രിയായില്ലേ, ഈ ഇരുട്ടത്ത് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതായിരിക്കും, നമുക്ക് ഇന്നെന്തെങ്കിലും തിരിച്ചു പോവാം. അങ്ങനെ അവരവിടെ നിന്ന് തിരിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ സ്വാതിയാണെങ്കിലേ അവള് തന്റെ അമ്മ എപ്പോഴാ വരികയെന്ന് കാത്തിരിക്കുകയാണ്. അപ്പോൾ നേരം വൈകി വന്നപ്പോൾ അമ്മയെ ദീപിക അവളെ കണ്ടുകിട്ടിയോ? അംബികയാണെങ്കിലേ, ഇല്ല മോളെ, എന്നാ നീ പേടിക്കണ്ട, അവളെ അധികം വൈകാതെ തന്നെ കിട്ടും. എന്നോട് ദീപിക അവള് അപ്പോഴേ പറഞ്ഞതാ, അങ്ങോട്ട് പോണ്ട, ഇവിടെ ഹംസജ എന്നൊരു രാക്ഷസനുണ്ട്, അതിന്റെ ആപത്തിൽ പെടുന്നൊക്കെ ഞാൻ കേട്ടില്ല. എന്നാല് അമ്മയാണെങ്കിലേ, മോളെ നീ കരുതുന്ന പോലെ ഈ ഗ്രാമത്തിലെ പലരും പറയുന്ന പോലെയുള്ള ഒരു രാക്ഷസനും ഇവിടെയില്ല. അതൊക്കെ ഇവരുടെ വെറും ഭയവും ആരോ തലയിൽ നിറച്ച കഥയും മാത്ര. എന്നാല് നിന്റെ അച്ഛൻ
അച്ഛനും ഇതിൽ ചിലതൊക്കെ വിശ്വസിച്ചിരുന്നു. അപ്പൊ മകള് ചോദിക്കുന്നുണ്ട്, അമ്മ അച്ഛൻ എന്താ അതിനെക്കുറിച്ച് പറഞ്ഞേ? അതായത് ഈ ഗ്രാമത്തിലെ ആളുകൾ വിശ്വസിക്കുന്നത്, നമ്മളന്ന് മ്യൂസിയത്തില് പാർവതി കാളിയുടെ ഒരു ഫോട്ടോ കണ്ടില്ലേ, പണ്ട് പല പെൺകുട്ടികളെയും കുരുതിക്കിരയാക്കിയ ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നു. ആ രാക്ഷസന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ കാളിയോട് അവര് സഹായം ചോദിച്ചപ്പോ ഹംസജ എന്ന ആ രാക്ഷസനെ അന്ന് കാളി വധിച്ചതാണ്. എന്നാൽ ദേവലോകത്ത് നിന്ന് ഒരു തുള്ളി രക്തം അന്ന് ഭൂമിയിൽ പതിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വീണ്ടും ആ രാക്ഷസൻ ഭൂമിയിലെ അവന്റെ നരവേട്ട തുടങ്ങി. അങ്ങനെ പല പെൺകുട്ടികളെയും കാണാതായപ്പോ അവരുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോ അവസാനം ഒരു ഋഷിയെ കണ്ടെത്തി അങ്ങേരുടെ സഹായം ചോദിച്ചപ്പോ കുറെ നാള് അങ്ങേര് കാളി പ്രീതിച്ച ശേഷം ഒരു വഴി തെളിഞ്ഞു. ഒരിക്കലും ഒരച്ഛൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു വഴി. അപ്പൊ ഭയന്നുകൊണ്ട് നമ്മുടെ ശ്വേത അതെന്തായിരുന്നു ചോദിച്ചപ്പോ ആ ഋഷിയുടെ സ്വന്തം മകളെ ബലി കൊടുക്കുക. അതിനുശേഷമാണ് ആ ആപത്ത് നിലച്ചത്. അല്ലേ അമ്മേ, ഇത് വല്ലാതെ ഭയപ്പെടുന്ന കഥയാണല്ലോ. നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമുക്കിതുമായിട്ട് ബന്ധമില്ലല്ലോ. എന്നാൽ അമ്പയ്ക്കാണെങ്കിൽ അങ്ങനെയല്ല മോളെ. കാരണം ആ ഋഷിയുടെ തലമുറ അത് നിന്റെ അച്ഛന്റെ തലമുറയാണ്. അതുകൊണ്ട് തന്നെ ഓരോ 20 വർഷത്തിന് ശേഷവും ഈ കുടുംബത്തില് ഒരു പെൺകുഞ്ഞ് ജനിച്ചാല് ആ കുഞ്ഞിന് ബലി കൊടുക്കണം. ഇതേപോലൊരു സീനാണ് കഥയുടെ ആരംഭത്തില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോ ശ്വേത ഭയന്ന് ചോദിക്കുന്നുണ്ട്, അമ്മേ നമ്മളും ഈ ഒരു കുടുംബത്തിലെ അല്ലേ? എന്നാൽ അംബിക മോളെ, ഇതൊക്കെ അവരുടെ വെറും വിശ്വാസ കഥകൾ മാത്രം. നിന്റെ അച്ഛനും ഞാനും ആരും ഇത് വിശ്വസിക്കുന്നില്ല. ഇതിന്റെയൊക്കെ പിന്നിലെ വേറെ ആരുടെ കൈയുണ്ട്. എന്നാൽ നിന്റെ അച്ഛൻ മകൾക്ക് നിനക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ഒരു തീരുമാനം എടുത്തിരുന്നു. ഒരിക്കലും ഇനി ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരില്ലാന്ന്. അങ്ങനെ ഞാനും നിന്റെ അച്ഛനും ഞങ്ങളുടേത് മാത്രമായിട്ട് ഒരു ലോകം പടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് വരമായിട്ട് നിന്നെ ലഭിച്ചു. എന്നാൽ ആ രഹസ്യം നിന്റെ വല്യച്ഛൻ അറിഞ്ഞിട്ട് നിന്നെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ നിന്റെ അച്ഛനില്ലേ വല്യച്ഛനോട് നമുക്ക് ജനിച്ചത് ഒരു മകനാണെന്ന് പറഞ്ഞു. എന്നാൽ തൊട്ടരികിലെ തൊട്ടിലുണ്ടായിരുന്ന ഒരു ആൺകുട്ടിയെടുത്ത് അങ്ങോട്ട് മാറ്റിയതായിരുന്നു. അങ്ങനെ ഇവരുടെ ആ ഒരു ബലിപൂജ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ മകള് ചോദിക്കുന്നുണ്ട്, അമ്മേ ആ ഒരു രാക്ഷസൻ എന്നെയൊന്നും ചെയ്യില്ലല്ലോ? മോൾ അമ്മയുടെ കൂടെ ഉള്ളപ്പോൾ മോൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോഴാണ് നമ്മൾ ആ രാക്ഷസനെ കാണുന്നത്. ആ രാക്ഷസന്റെ അരികിൽ തന്നെയാണ് ദീപികയുള്ളത്. അവളെ അതിന്റെ ശക്തി വെച്ച് കൺട്രോൾ ചെയ്യാണ്. അങ്ങനെ അടുത്ത സീനിലെ നമ്മുടെ ആ നാട്ടിലെ ഇൻസ്പെക്ടറിലെ ഗ്രാമത്തലവനായ ദേവിനെ കൂട്ടിട്ട് അതേ ഗ്രാമത്തില് പല പെൺകുട്ടികളെ കാണാതായിട്ടില്ലേ? എന്നാൽ അവർ കുറച്ചു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്തില്ലേ? അവരുടെ ഓരോരുത്തരും വീട്ടിൽ പോയിട്ട് അവർക്ക് എന്താ സംഭവിച്ചേ, ആരവരെ കൂട്ടിക്കൊണ്ടുവന്ന് ചോദിക്കുമ്പോൾ അവർക്കാർക്കും ഒന്നും തന്നെ ഓർമ്മയില്ലെന്ന് പറയുന്നേ. ആ ഒരു കാര്യം അംബികയോട് ഇൻസ്പെക്ടർ പറയുമ്പോൾ ഒരു പെൺകുട്ടി മാത്രം ഏതോ ഒരു വയസ്സായ സ്ത്രീയുടെ ആത്മാവിനെ പോലെ എന്തിനോ കണ്ടു എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് അവർക്ക് എന്താ സംഭവിച്ചെന്ന് ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ചെറിയ ഭയത്തോടെ അംബിക വീടിന്റെ അരികിൽ കാറ് നിർത്തുമ്പോൾ പിന്നിലെ ആ ഒരു വയസ്സായ സ്ത്രീയെ കണ്ട് ഭയന്നു പോവാണ്. അപ്പോൾ തന്റെ മകളെ ഓർത്ത് മോളെന്ന് വിളിച്ച് ആ വീട്ടിൽ നോക്കുമ്പോൾ എവിടെയും കാണുന്നില്ല. അപ്പോഴാണ് ഉള്ളിൽ നിന്ന് ആ ഒരു പഴയ ജോലിക്കാരനില്ലേ അങ്ങനെ സംസാരിക്കുന്ന കേൾക്കുന്നത്. നോക്കുമ്പോൾ അയാൾ എന്തൊക്കെയോ കഥ നമ്മുടെ ശ്വേതയോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ അംബിക തന്റെ മകളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അങ്ങേരില്ലേ ഒരു പുരാതന ബുക്ക് പോലെ എന്തോന്ന് അംബികയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് നിനക്ക് ഉപകാരപ്പെടുന്നു പറയാണ്. അങ്ങനെ അന്ന് രാത്രി ആ ബുക്ക് തുറന്നു നോക്കുമ്പോൾ അതിലെ ആ ഒരു രാക്ഷസനെ നശിപ്പിക്കാനുള്ള ഇല്ലാതെയാക്കാനുള്ള മന്ത്രങ്ങളാണ് അതിലുള്ള. അതങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അരികിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കാണ്. നോക്കുമ്പോൾ തന്റെ ഭർത്താവ് സുബന്ധറാണ് വന്നിട്ടുള്ളത്. അവളോട് പറയുന്നുണ്ട്, എന്നെ ഇല്ലാതാക്കിയതും ആ രാക്ഷസൻ തന്നെയാ. നമ്മുടെ മകളെ ഈ നാട്ടിലെ പെൺകുട്ടികളെ മൊത്തം രക്ഷിക്കാനായിട്ട് നീ കാളിയുടെ സഹായം ചോദിക്കണം. അങ്ങനെ ആ ഒരു കാളിയുടെ രൂപം നമ്മുടെ ഹീറോയിൻ കാണാണ്. അടുത്ത ദിവസം തന്നെ രാജനോട്, നിങ്ങൾ അന്നൊരു ഒരു കഥ പറഞ്ഞില്ലേ, കാളിയെ സ്വപ്നം കണ്ടാലല്ലാതെ ഈ ഗ്രാമത്തിൽ ആരും വീണ്ടും പൂജ നടത്താറില്ലാന്ന്? 40 വർഷമായിട്ട് ഇവിടെ ആർക്കും ദർശനം കിട്ടിയിട്ടില്ല. എന്നാൽ നമ്മുടെ ഹീറോയിനില്ലേ നേരെ ചാവി വാങ്ങിയിട്ട് ആ വീട്ടിലെ പൂജാമുറി തുറക്കുകയാണ്. എന്നാൽ ആ വാർത്ത തീ പോലെ പടർന്നിട്ട് ആ ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ ആ വീട്ടിലെ തടിച്ചു കൂടാണ്. എന്നാൽ അവർ പ്രതീക്ഷിക്കാതെ പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് കാണാതായ നമ്മുടെ ദീപിക വരുന്നത്. എന്നാൽ അവള് ഒന്നും സംസാരിക്കുന്നില്ല. ആ കാഴ്ച കണ്ടപ്പോ നമ്മുടെ ദേവ് പറയുന്നുണ്ട്, കണ്ടില്ലേ ഈ വീട്ടിലെ ഇത്ര നാൾ അടച്ചിട്ടിരുന്ന പൂജാ റൂം തുറന്നപ്പോ തന്നെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയില്ലേ? അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ അൻപികയും ഇൻസ്പെക്ടറും കൂടി നേരെ പോകുന്നത് ആ ഒരു പെൺകുട്ടികൾ മുഴുവൻ ഒരു ഡോക്ടറെ കാണിക്കാനാണ്. ലേഡി ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഇതില് ഒരു പെൺകുട്ടികൾക്കും ഒരു രീതിയിലുള്ള സെക്ഷുവൽ അസോൾട്ടും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടികളുടെ എല്ലാവരുടെയും പീരിയഡ്സ് സ്റ്റോപ്പായി പോയിട്ടുണ്ട്. അതായിട്ട് പമ്പിക്ക എന്ത് അവര് ഒരു അബ്യൂസ് നേരിടാതെ പ്രഗ്നന്റ് ആണെന്നോ? അങ്ങനെയൊന്നുമല്ല. ചിലപ്പോ ആ കുട്ടികള് വല്ലാതെ ഭയക്കുന്ന എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ റീസൺ കൊണ്ട് പീരിയഡ്സ് സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ 1-2 പെൺകുട്ടികളതായിരുന്നു അങ്ങനെയെങ്കിൽ ഉറപ്പിക്കായിരുന്നു. എന്നാൽ എല്ലാ പെൺകുട്ടികൾക്കും അതേപോലത്തെ അവസ്ഥയാണ്. എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ രാത്രി ഉറങ്ങാൻ കിടക്കാന് അംബിക വരുമ്പോഴാണ് മകള് പറയുന്നത്, അമ്മ രാവിലെ മുതൽ ഒന്നും കഴിക്കാൻ വേണ്ട, കുറച്ച് നേരം മുതൽ വയറ് വല്ലാതെ വേദനിക്കുക. അപ്പൊ അംബിക അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതേ സമയത്ത് ഉറങ്ങി
കിടന്ന ദേവികയില്ലേ, അവളെ ആരോ പോസസ് ചെയ്ത പോലെ എഴുന്നേറ്റ് എങ്ങോട്ട് പോവാണ്. ആ കാഴ്ച ദേവികയുടെ മുത്തശ്ശൻ കണ്ടിട്ട് നീ എന്തിനാ മുകളിലേക്ക് പോന്നേ? അങ്ങനെ ദീപികയെ പിന്നോട്ട് വലിക്കുമ്പോ അവർ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന ഊഞ്ഞാല് പോയിരുന്നിട്ട് വേഗത്തിൽ ആടുകയാണ്. പെട്ടെന്നാണ് അവളുടെ രൂപം ഒരു പ്രയത്തിന്റെ പോലെ മാറുന്നത്. അങ്ങനെ സ്വന്തം മുത്തശ്ശനെ തന്നെ അവൾ മൃഗീയമായിട്ട് ഇല്ലാതെയാക്കാണ്. അങ്ങനെ നേരെ പോകുന്നത് ശ്വേതയുടെ റൂമിലേക്കാണ്. ഉറങ്ങിക്കൊണ്ടിരുന്ന ആളെ വിളിച്ചിട്ട് വാ നമുക്ക് കുറച്ചേരം പോയി കളിക്കാം, ഉറങ്ങുന്ന നിന്റെ അമ്മയെ ബുദ്ധിമുട്ടിക്കണമെന്ന് പറഞ്ഞ് അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോ പുറത്ത് വേറെയും കുറേയധികം പെൺകുട്ടികൾ അവരെ കാത്തു നിൽക്കുന്നുണ്ട്. കൂടെ കളിക്കാനാണ് വിളിക്കുന്നത് കരുതിയിട്ട് അവരുടെ കൂടെ അവൾ പോകുമ്പോഴാണ് ആ പെൺകുട്ടികളൊക്കെ ആത്മാക്കളാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അവർ ഓരോരുത്തരും വിരൂപ രൂപത്തിലേക്ക് മാറുമ്പോൾ പെട്ടെന്ന് എന്തോന്ന് ഫീലായിട്ട് നമ്മുടെ അംബിക ഞെട്ടി എഴുന്നേൽക്കാണ്. നോക്കുമ്പോൾ അവിടെ തന്റെ മകളെ കാണുന്നില്ല. അപ്പോഴാണ് ആ പ്രായമായിട്ടുള്ള ജോലിക്കാരൻ മരിച്ചു കിടക്കുന്നത് അംബിക കാണുന്നത്. ഇനിയിപ്പോ തന്റെ മകൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? പേടിച്ച് അംബിക പുറത്തേക്ക് ഓടുമ്പോഴാണ് കുറേയധികം പെൺകുട്ടികൾ ചേർന്നിട്ട് അവളെ പിടിച്ചു വലിച്ച് ബിൽഡിങ്ങിന് മുകളിലൂടെ എങ്ങോട്ടോ കൊണ്ടുപോകുന്ന കാണുന്നത്. എന്നാൽ അതിനുള്ളിൽ കുറച്ചു മുൻപൊക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു പ്രായമായ സ്ത്രീയില്ലേ, അവരെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോ അംബികയും അതിനിടയിൽ നിന്ന് തന്റെ മകളെ രക്ഷപ്പെടുത്തുമ്പോ ആ ഒരു സ്ത്രീ പറയുന്നുണ്ട്, നിന്റെ മകളുടെ ബലിയോടെ അല്ലാതെ ഇതൊന്നും അവസാനിക്കില്ല. അത് കേട്ടപ്പോ പേടിച്ച് തന്റെ മകളെ കൂട്ടി നേരെ റൂമിലെത്തിയിട്ട് മുറിവുകൾക്ക് മരുന്ന് വെക്കുമ്പോ അങ്ങോട്ട് ദേവ് വരികയാണ്. ദേവിനോട് അംബിക പറയുന്നുണ്ട്, വന്നതു മുതൽ നിങ്ങൾ പല കെട്ടുകഥകളും എന്നോട് പറഞ്ഞില്ലേ, നിങ്ങൾക്കൊക്കെ വേണ്ടത് എന്റെ മകളുടെ രക്താണ്, അവളെ ബലി കൊടുക്കാനല്ലേ. ഒരു നിമിഷം ഇനി ഞാനിവിടെ നിൽക്കില്ല. അങ്ങനെ തന്റെ മകളെ കൂട്ടിയിട്ട് അവിടുന്ന് വേഗം തന്നെ തിരിച്ചു പോകാൻ ഒരുങ്ങാണ്. അങ്ങനെ തന്റെ കാറും എടുത്ത് മകളെയും കൂട്ടി ആ ഫോറസ്റ്റോടെ പാഞ്ഞു പോകുമ്പോ ശ്വേത പറയുന്നുണ്ട്, അമ്മ എനിക്ക് വല്ലാതെ വയറുവേദനിക്കുന്നു, സഹിക്കാൻ പറ്റുന്നില്ല. മോളെ ഇത് ആദ്യത്തെ പ്രാവശ്യമായതുകൊണ്ടാ, ടെൻഷൻ അടിക്കണ്ട, വേഗം തന്നെ അടുത്തുള്ള ഹോട്ടലിൽ നമുക്കൊരു റൂം എടുത്ത് റെസ്റ്റ് ചെയ്യാം. അങ്ങനെ ആ ഒരു ഗ്രാമത്തിന്റെ അതിർത്തിയിൽ എത്താനായപ്പോ ആ ഒരു പെൺകുട്ടികളുടെ ഓരോ ആത്മാക്കളും ആ ഒരു വണ്ടിയിലേക്ക് ചാടി കയറാണ്. എന്നിട്ട് ആ ഒരു വണ്ടിയുടെ ഗ്ലാസുകളും വണ്ടിയുടെ കൺട്രോൾ കളയാനും അവർ ശ്രമിക്കുമ്പോൾ അംബിക നല്ല വേഗത്തിൽ പാഞ്ഞു പോവാണ്. എന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുമ്പോൾ അവരെല്ലാവരും ദൂരേക്ക് തെറിച്ചു പോവാണ്. അപ്പോ എല്ലാത്തിന്റെയും കഥ കഴിഞ്ഞിട്ടുണ്ട്. ഇനി രക്ഷപ്പെടാന്ന് കരുതിയിട്ട് വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ ആ പെൺകുട്ടികളിലെ ഒരു കൂസലുമില്ലാതെ വണ്ടിക്ക് ചുറ്റും നിൽക്കാണ്. അവള് വണ്ടി എടുക്കാൻ ആക്സിലേറ്റർ ചവിട്ടിയിട്ടും അനങ്ങുന്നില്ല. കാരണം അവര് ആ വണ്ടി പിടിച്ചു വെച്ച് പതിയെ മറിക്കാൻ നോക്കാണ്. അംബികയ്ക്ക് ഓൾറെഡി ചെറുതായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ കൺമുമ്പില് തന്റെ മകളെ ആ ശക്തികള് പിടിച്ചു വലിച്ച് എങ്ങോട്ടോ കൊണ്ടുപോവാണ്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ആ പെൺകുട്ടികളിലെ നമ്മുടെ ശ്വേതയെ നേരെ കൊണ്ടുപോയി ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അതാരാ നോക്കുമ്പോ വേറെ ആരുമല്ല, ശ്വേതയുടെ ചെറിയച്ഛനായ ദേവിന്റെ കയ്യിൽ തന്നെ. ആ ഒരു കാഴ്ച കണ്ടിട്ട് അംബിക ഷോക്കായി പോവാണ്. അങ്ങനെ ആ ഒരു പെൺകുട്ടിയും ശ്വേതയും കൺട്രോൾ ചെയ്ത് അവിടെ നിന്ന് എങ്ങോട്ടേക്കോ അവൻ കൂട്ടിക്കൊണ്ടു പോവാണ്. ആ കാഴ്ച കണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ പരിക്ക് പറ്റിയ നമ്മുടെ അംബിക മയങ്ങി പോകുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഇൻസ്പെക്ടർ അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഈ ഗ്രാമത്തിലെ കുറേയധികം പെൺകുട്ടികളെ കാണാനില്ല. അതുമാത്രമല്ല ഗ്രാമത്തലവനായ ദേവിനെയും അംബിക മേഡുവിലെ അവരെയും കാണാനില്ല. അവരെയൊക്കെ ആ രാക്ഷസനെ കൊണ്ടുപോയി തോന്നുന്നുണ്ട്. അപ്പൊ ഇൻസ്പെക്ടർ ആണെങ്കിൽ ഇവിടെ ഒരു രാക്ഷസനുമില്ല, രാക്ഷസന്റെ പേരും പറഞ്ഞ് പിന്നിൽ ആരോ കളിക്കുന്നുണ്ട്. അങ്ങനെ ഇൻസ്പെക്ടർ പോകുമ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്, കാണാതായ ഓരോ പെൺകുട്ടികളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോ അവരെന്തോ പറയാൻ വന്നിരുന്നു. അതേ സമയത്ത് അവരുടെ അരികിൽ തന്നെ ദേവ് ഉണ്ടായിരുന്നു. അപ്പോ ദേവ് തന്നെയായിരിക്കും ആ പെൺകുട്ടികളെ എന്തോ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അയാളുടെ പ്രസൻസിൽ അവരൊന്നും പറയാതിരുന്നത്. അതുമാത്രമല്ല ദീപികയെ കാണാതായപ്പോ ചിലപ്പോൾ ഇതിന്റെ പിന്നിലെ ആ വയസ്സായ സ്ത്രീ ആയിരിക്കും പറഞ്ഞിരുന്നില്ലേ. അതുപോലെ അവളെ തേടിയിട്ട് കാട്ടിലേക്ക് പോകുന്നതും അപകടമെന്നും പറഞ്ഞില്ലേ. അപ്പോ അവൻ ആ കാട്ടിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ തന്റെ ടീമിനെ കൂട്ടിട്ട് നേരെ ഫോറസ്റ്റിലേക്ക് പോയിട്ട് അവൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തേടി നോക്കുമെന്ന് പറയാണ്. അതേ സമയത്ത് ബോധം കെട്ട നമ്മുടെ അംബികയിലെ അവര് രാവിലെയാണ് എഴുന്നേൽക്കുന്നത്. അപ്പൊ അവരുടെ മുമ്പിൽ ആ ഒരു വയസ്സായ സ്ത്രീ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഓർമ്മയില്ലാതെ എന്റെ മകൾ എവിടെന്ന് ചോദിക്കുമ്പോൾ നിന്റെ മകളെ രക്ഷിക്കാന് ഞാനും അവിടെ പോയതാ, പക്ഷേ അവളെ ആ ദേവില്ലേ അവനാണ് കൂട്ടിക്കൊണ്ടുപോയത്. ഈ ഒരു സ്ത്രീ ഏതെന്ന് മനസ്സിലായോ? കഥയുടെ ആരംഭത്തില് ഒരു പെൺകുട്ടിയെ ബലി കൊടുത്തില്ലേ, അതേ സ്ത്രീ തന്നെയാണ്. അതേ സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടറിന് മുമ്പിലേക്ക് ആ ഒരു ദേവ് വരികയാണ്. ആഹാ, തന്നെ തേടി ഞാൻ ഇറങ്ങിയതാ, ഇതിന്റെ ഒക്കെ പിന്നില് നീയല്ലടോ? സാറെന്താ പറയുന്നേ? ഞാനാണെന്നോ? പല സമയത്തും എന്റെ മുമ്പിൽ സത്യം തെളിഞ്ഞപ്പോക്കെ നീയാണ് അതെല്ലാം നിന്നെ തടഞ്ഞേ. മര്യാദക്ക് നാടകം ഒഴിവാക്കിയിട്ട് പറയടോ ആ കുട്ടികളെവിടെ? അപ്പൊ ദേവാണെങ്കിൽ ആഹാ കണ്ടുപിടിച്ചല്ലേ. അതേ സമയത്ത് ആ ഒരു സ്ത്രീ പറയുന്നുണ്ട്, നിനക്ക് സ്വപ്നത്തില് ദർശനം കിട്ടിയ പോലെ ആദ്യം എന്നെയാണ് കാളി തിരഞ്ഞെടുത്തത്. അന്ന് ഞങ്ങളെല്ലാവരും ആ പെൺകുട്ടിയെ ബലി കൊടുക്കാൻ നോക്കിയപ്പോ എന്റെ മനസ്സ് സമ്മതിച്ചില്ല. അവള് കത്തി പെണ്ണിട്ടെടുത്തപ്പോ ആ ഒരു ജന്മയാണെങ്കിലേ എന്താ നീ ചെയ്യുന്നേ? ശാപം നമുക്ക് വരില്ലേ? അല്ല, ഒരിക്കലും ഒരു ദേവി ഇങ്ങനൊരു കാര്യം പറയില്ല. ഒരു കുഞ്ഞിനെ ബലിയായി സ്വീകരിച്ച് എന്ത് ലഭിക്കാനാ? ഇതിന്റെ പിന്നിലെ വേറെ ആരുമാണ്? അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജന്മിയുടെ അനിയനായ ദേവ് വരുന്നത്. പേടിയുള്ള സ്ത്രീകളങ്ങ് മാറി നിൽക്കണം, ഇത് നിന്റെ ജോലിയല്ല, ഈ പുരുഷനായ എന്റെ ജോലിയെന്ന് പറഞ്ഞ് അവൻ ആ കത്തിയെടുത്ത് ആ ചെറിയ കുഞ്ഞിനെ ഇല്ലാതെയാക്കുകയാണ്. അതായത് ദേവ് ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നു. അങ്ങനെ അന്ന് രാത്രി അവൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ ഏതോ ഒരു ശക്തി വന്നിട്ട് അവനെ കട്ടിലോടെ പിടിച്ചു പൊക്കുകയാണ്. എന്നിട്ട് ഒരു പൊട്ടിയ കണ്ണാടിയുടെ മുമ്പിൽ അവനെ നിർത്തിയിട്ട് അവനോട് പറയുന്നുണ്ട്, നീ ആ കുഞ്ഞിനെ കൊന്നതല്ലേ, ഇനി നീ മരിക്കേ. എന്നാൽ ദേവാണെങ്കിൽ ഞാന് ആ ഒരു സ്ത്രീ ഭയന്ന് പിന്നോട്ട് വന്നപ്പോ എനിക്ക് ചെയ്യേണ്ടി വന്നതല്ലേ, എന്നോട് ക്ഷമിക്കേ. എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ പറ്റില്ല. എന്നാല് നിന്റെ ജീവൻ നിനക്ക് വേണമെങ്കിൽ എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്തു തരോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്തു തരാം. അങ്ങനെയാണെങ്കിൽ
ആ കുടുംബത്തിലെ അടുത്തായിട്ട് ജനിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയെ നീ എനിക്ക് തരില്ലേ? തീർച്ചയായിട്ടും എന്റെ ജീവന് വേണ്ടിയിട്ട് ഞാനത് ചെയ്തിരിക്കും. അങ്ങനെ ആ രഹസ്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്പെക്ടറിനോട് പറഞ്ഞിട്ട് എനിക്ക് അതിലേക്ക് എത്താന് ആദ്യം ശ്വേത എന്ന പെൺകുട്ടിയുടെ അച്ഛനായ സുബേന്ദ്രനെ കൊല്ലേണ്ടി വന്നു. അതുകൊണ്ടല്ലേ അവളുടെ അമ്മ അംബിക അവളെയും കൂട്ടിയിട്ട് ഈ ഗ്രാമത്തിലേക്ക് വന്നേ? എന്നാല് ഇൻസ്പെക്ടർ ദേഷ്യത്തില് അവന്റെ കഴുത്തുപിടിച്ച് എവിടാ പെൺകുട്ടികള്? ഇതുവരെ തനിക്ക് മനസ്സിലായില്ലടോ ഞാൻ ആരാന്ന്, എനിക്ക് ശക്തി തരുന്നതാരാന്ന്, ഈ ഒരു വനം മുഴുവൻ ആരുടെ കൺട്രോളിലാന്ന്? അങ്ങനെ ഹംസജ എന്ന ആ ഒരു രാക്ഷസ ഡീമൻ നൽകിയ ശക്തി കൊണ്ട് മറ്റൊരു രാക്ഷസനായിട്ട് ദൈവം മാറുകയാണ്. ഈ രഹസ്യങ്ങളൊക്കെ ആ ഒരു മുത്തശ്ശി നമ്മുടെ അംബികയോട് പറഞ്ഞിട്ടില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാ? അവനെ ഇല്ലാതെയാക്കാന് ഹംസജ എന്ന ആ രാക്ഷസനെ ഈ ഭൂമിയിലേക്ക് വരാതിരുത്താനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ അവര് പറയുന്നുണ്ട്, ഇനി നിനക്ക് മനസ്സിലായില്ലേ, നമുക്ക് ആകെ ഒരു വഴിയുള്ളൂ അംബിക, നീ കാളി പൂജ ചെയ്യേ. അങ്ങനെ ഗ്രാമത്തിലെ ജനങ്ങളോടൊക്കെ ഈ ഗ്രാമത്തെ രക്ഷിക്കാനും അവരുടെ കുട്ടികളെ രക്ഷിക്കാനായിട്ട് കാളി പൂജയില്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ആ ഒരു പൂജ ആരംഭിക്കുകയാണ്. അങ്ങനെ ആ ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കയ്യിലൊരു ഗണ്ണുമായിട്ട് അംബിക തന്റെ മകളെ തേടിയിട്ട് ആ ഒരു കാട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ ആ ഒരു മരത്തിന്റെ ഒരു ഭാഗത്ത് തന്റെ മകളെ കെട്ടിത്തൂക്കിയത് കാണാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ദേവ് വന്നിട്ട്, നിന്നെ ആ കാളി അയച്ചതാ? ഞാൻ എന്റെ മകൾക്ക് വേണ്ടി വന്നതാ. എന്നെ തടുക്കാനാണ് നിന്റെ ഭാവമെങ്കില് നീ ഹംസജ എന്ന രാക്ഷസനെ കാളി വധിച്ച കഥ കേട്ടിട്ടില്ലേ? അതേ വിധിയായിരിക്കും നിനക്ക് വരാൻ പോകുന്നത്. അപ്പൊ ദേവാണെങ്കിൽ അതേ ഹംസജയുടെ മറു രൂപം തന്നെയാണ് ഞാനും, നിനക്കതിനെ തൊടാൻ പറ്റില്ല. അതും പറഞ്ഞ് അവൻ വശീകരിച്ച ആ പെൺകുട്ടികളെ അംബികയുടെ നേരെ കയക്കാണ്. അവരെ തടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ആ പൂജ നടക്കുന്നില്ലേ? പൂജയില് അവരിലൂടെ മന്ത്രം ഏതെന്ന് മനസ്സിലായോ? ആ ജോലിക്കാരൻ രാക്ഷസനെ അഴിക്കാനായിട്ട് ഒരു മന്ത്രം നൽകിയിരുന്നില്ലേ? അതേ മന്ത്രം തന്നെ. അതേ സമയത്ത് ആ പെൺകുട്ടികളുടെ കൂട്ടത്തില് നമ്മുടെ ദീപികയെ അംബിക കണ്ടപ്പോ അവൾക്ക് വല്ലാതെ വിഷമാവാണ്. എന്നാല് നിയന്ത്രണം വിട്ട അവളുടെ തലയിലായിട്ട് അംബിക കൈവയ്ക്കുകയാണ്. അപ്പോ പതിയെ ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട്, കാളിയുടെ ശക്തി കൊണ്ട് ആ ഓരോ പെൺകുട്ടികളുടെയും ഉള്ളിൽ നിന്ന് ആ ഒരു തിന്മയുടെ ശക്തി പതിയെ ഇല്ലാതെയാവാണ്. അങ്ങനെ മരണത്തോട് അടുത്തിരുന്ന അംബിക അവസാനം എല്ലാ പെൺകുട്ടികളുടെയും തലയിൽ കൈവച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ശരീരത്തിൽ നിന്ന് ആ തിന്മയുടെ ശക്തി പുറത്തിറങ്ങി അവര് മയങ്ങി വീഴാണ്. ആ ഒരു കാഴ്ച നമ്മുടെ ഹംസജയുടെ അടയാളനായ ദൈവം നോക്കി നിൽക്കുന്നില്ലേ? അപ്പോ അവൻ പറയുന്നുണ്ട്, എന്തൊക്കെ ചെയ്താലും നീ ഒരു അമ്മയായത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പോരായ്മയാണ്. എന്നാൽ തന്റെ മകള് ബലി കൊടുക്കാൻ കൊണ്ടുവന്ന ആ ഒരു വാളെടുത്തിട്ട് പോരായ്മയല്ല ശക്തിയാണെന്ന് പറഞ്ഞു അവന്റെ നേരേക്ക് പായുമ്പോൾ അവനില്ലേ അവന്റെ ആ ഒരു ഡീമൻ ശക്തി വെച്ച് എല്ലാ മരത്തിന്റെയും വേരുകളെ നിയന്ത്രിച്ച് അവളെ വലിച്ചെറിയാണ്. എന്നാൽ തന്റെ അമ്മയെ രക്ഷിക്കാൻ വന്ന ശ്വേതയെ വരെ ആ ഒരു രാക്ഷസൻ തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അംബികയുടെ കാലും കൈയൊക്കെ ബന്ധിച്ച ശേഷം തലയില് ആ വേരുകൊണ്ട് ചുറ്റിയിട്ട് അവൻ പറയുന്നുണ്ട്, നിന്റെ മകളെ ബലി കൊടുക്കുന്നതോടുകൂടി ലോകത്തിലും എനിക്ക് പ്രവേശിക്കാൻ കഴിയും, അതിന്റെ ശക്തി കിട്ടും, അത് നീ കാണുന്നു പറഞ്ഞു അംബികയുടെ കഴുത്തൊടിക്കുകയാണ്. അവളുടെ ശ്വാസം നിലച്ചെന്ന് തോന്നുന്നുണ്ട്. അതിനുശേഷം ഉടനെ തന്നെ ശ്വേതയെ ബലി കൊടുത്ത് ശക്തികളൊക്കെ നേടാനുള്ള ആ ഒരു കർമ്മം അവൻ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ഒരു ചില്ലക്കുള്ളിൽ അടച്ച ശേഷം കർമ്മം ചെയ്യുമ്പോൾ മുറിവുപറ്റി മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന നമ്മുടെ അംബികയുടെ രക്തം ഭൂമിയിലേക്ക് ഇറങ്ങാണ്. അപ്പോഴാണ് ഇതുവരെ അവിടെ കുറേയധികം കുട്ടികളുടെ ബലി നടത്തിയിട്ടില്ലേ ആ ഓരോ കുട്ടികളും അവരുടെ അമ്മയുടെ രക്തം, അമ്മയുടെ മണം ശ്വസിക്കുകയാണ്. ആ കുട്ടികള് അലറി കരയുന്നുണ്ട്, ഞങ്ങളുടെ അമ്മയെ രക്ഷിക്കേ. അതേ സമയത്ത് തന്നെ അംബികയുടെ ഉള്ളില് കാളി പ്രവേശിക്കുകയാണ്. കയ്യില് ആ ഒരു വാളുമായിട്ട് അവനോട് പറയുന്നുണ്ട്, നിന്നെ ഒരിക്കൽ ഞാൻ പറഞ്ഞയച്ചതാ, എന്നിട്ടും നീ നിന്റെ തിന്മ അവസാനിപ്പിച്ചില്ലേ? അത് കണ്ടപ്പോ അവനാണെങ്കിൽ അംബികയുടെ നേരെ അവന്റെ ആ മരത്തിന്റെ വേര് ശക്തി അയക്കുമ്പോൾ അതുവഴി പൊടിയാക്കിയിട്ട് അവന്റെ കഴുത്ത് പിടിച്ച് നിലത്ത് അടിക്കുന്നുണ്ട്. അവസാനം അവിടെ മുഴുവൻ ചുറ്റി നിലത്ത് വലിച്ചെടുത്തിട്ട് അവന്റെ നെഞ്ചിൽ കയറിയിട്ട് അവന്റെ ഹൃദയത്തിൽ കൈവച്ച് ഇനി ഈ ഹൃദയം മിടിക്കണ്ട അങ്ങനെ അത് പുറത്തേക്ക് അരച്ചെടുത്ത് ഭസ്മമാക്കി കളയുന്നുണ്ട്. അതേസമയത്ത് പൂജ കഴിഞ്ഞിട്ട് ആ ജനങ്ങൾ മുഴുവൻ എന്താ സംഭവിച്ചെന്നറിയാതെ സങ്കടത്തിലിരിക്കുമ്പോഴാണ് അവരുടെ സ്വഭാവം നഷ്ടപ്പെട്ട ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ ഓരോ പെൺകുട്ടികളും അവരുടെ അരികിലേക്ക് ഓടി വരുന്നത്. എന്നാൽ അപ്പോഴാണ് നമ്മുടെ അംബികയുടെ മകള് ശ്വേതയില്ലേ അവൾ മാത്രം അംബിക എടുത്തിട്ട് വരുന്ന കാണുന്നേ. അപ്പോ ആ ഒരു പ്രായ സ്ത്രീ പറയുന്നുണ്ട്, ആ രാക്ഷസനെ ഇല്ലാതെയാക്കാനായിട്ട് കാളി എന്റെ മകളെ സ്വീകരിച്ചതായിരിക്കും. എന്നാൽ അംബിക ഒരിക്കലും കാളിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഒരു മുത്തശ്ശി പറയുന്നുണ്ട്, നീ മകള് ബലി കൊടുത്തേക്ക്. അങ്ങനെ ആ ഒരു ബലിക്കല്ലില് തന്റെ മകളെ കിടത്തിയിട്ട് കണ്ണു നിറഞ്ഞ് അംബിക നിൽക്കുമ്പോഴാണ് മണ്ണിനടിയിൽ നിന്ന് ഓരോ കുഞ്ഞുങ്ങളുടെയും ആത്മാക്കൾ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നത്. ആ കാഴ്ച കണ്ടപ്പോ ആ ഒരു മുത്തശ്ശി ഓടി വന്നിട്ട് ശ്വേതയുടെ ഹൃദയമിടിപ്പ് നോക്കുമ്പോൾ അത് മിടിക്കുന്നുണ്ട്. അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ആ കാഴ്ച കണ്ടപ്പോ അവിടെ കൂടി ജനങ്ങളുടെയും അംബികയുടെയും കണ്ണു നിറയാണ്. ഇതോടുകൂടി ഈ ഒരു കഥ അവസാനിക്കാണ്. എന്നാൽ കഥയുടെ അവസാനത്തില് മറ്റൊരു സീന് കാണിക്കുന്നുണ്ട്. അതായത് ഓൾറെഡി ആ ഒരു രാക്ഷസനെ വധിച്ചില്ലേ അവന്റെ ഹൃദയം ഭസ്മമാക്കിയ ആ ഒരു ചാരം ഏതൊരു ഹൂടിയിട്ട് ഒരുത്തന്നെ എടുത്തിട്ട് അവൻ പറയുന്നുണ്ട്, ഈ ലോകത്ത് മനുഷ്യരുള്ള കാലത്തോളം ഷെയ്ത്താൻ ഇവിടെ തന്നെ ഉണ്ടാവും. അതായത് ഷെയ്ത്താൻ എന്ന ഒരു ഹിന്ദി സിനിമയിലെ അതിലെ വില്ലനായ മാധവനെ എങ്ങനെയാണ് ആ ശക്തി കിട്ടുകയെന്നാണ് അതേ കഥ എഴുതിയ ഈ ഒരു ടീം ഈ ഒരു സീനിലൂടെ നമുക്ക് കാണിക്കുന്നത്. ഇവിടെ ഈ കഥ അവസാനിക്കുകയാണ്. പിന്നെ ഒരു മാസത്തിന് മേലായിട്ട് നിങ്ങൾക്ക് എന്റെ എല്ലാ ഫ്രണ്ട്സിനും അറിയാലോ വീഡിയോസ് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അതിന്റെ കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ എന്റെ ഫിസിക്കൽ കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ
ചെയ്യാൻ സാലറി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം സ്വന്തം നോക്കേണ്ട അവസ്ഥയാണ്. അതിന് പുറമെ നല്ല കോമ്പറ്റീഷൻ ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിൽക്കാൻ മാക്സിമം വെറൈറ്റി കഥകളുമായിട്ട് ഞാൻ വരാൻ ശ്രമിക്കാം. നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നല്ല ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് മാക്സിമം നിങ്ങളുടെ നല്ല സപ്പോർട്ടും ഷെയറും ലൈക്കൊന്നും ഇല്ലെങ്കിൽ പിന്നെ എഫേർട്ടുകൾ മൊത്തം വേസ്റ്റ് ആവും. അപ്പോൾ ക്വാളിറ്റി കുറയ്ക്കാൻ പിക്ചറിലേക്ക് മാറുമോ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇതൊക്കെ നിങ്ങളോട് പറയാനുള്ള കാരണം നിങ്ങൾ ഓരോ ഫ്രണ്ട്സുമാണ് ഈ ചാനൽ തുടങ്ങിയത് മുതലേ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും ഇതുവരെ എത്താൻ സഹായിച്ചതും. ഇനി അങ്ങോട്ടും നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാനും പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഓരോ ലൈക്കിലൂടെയും ഓരോ കമന്റിലൂടെയും ഷെയറിലൂടെയും കാണിക്കുകയാണെങ്കിൽ ഇനിയും നമുക്ക് കാണാൻ പറ്റും കുറേയധികം ദൂരം മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ കഥകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം വീഡിയോകൾ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കഥകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളോ സജഷനോ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലിയിലേക്കും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചോ. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി മറ്റൊരു കഥയുമായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ഇത് നിങ്ങളുടെ ട്വിസ്റ്റ് മലയാളി. ടാറ്റ, ബൈ ബൈ.